സുഹൃത്തെ, പറയുക, ഏറ്റവും വലിയ വേദന എന്താണ്? ശാരീരികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പ്രസവ വേദനയോളം വരുന്ന വലിയ വേദനകൾ വേറെ ഇല്ല എന്ന് പറയപ്പെടുന്നു. അപ്പോൾ മറ്റു ചില ആളുകൾ പറയാറുണ്ട് കിഡ്നി സ്റ്റോണിൻ്റെ വേദന, ലോവർ ബാക്ക് പെയിനിൻ്റെ വേദന, അല്ലെങ്കിൽ ചില ക്യാൻസറുകളുടെ വേദന. ആ വേദനകളാണ് പ്രസവ വേദനയെ വെല്ലുന്ന തരത്തിലുള്ള വേദനകൾ എന്ന്. എന്നാൽ മാനസികമായിട്ട് ഏറ്റവും വലിയ വേദന എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും വലിയ വേദന ഏറ്റവും പ്രിയപ്പെട്ടവർ നൽകുന്ന നൊമ്പരം തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ വേദന. മൻസൂർ എന്ന പേർഷ്യൻ മിസ്റ്റിക് കവി, അദ്ദേഹം അനൽ ഹക്ക് എന്ന് പറഞ്ഞത്, അതായത് ഞാനാണ് സത്യം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മതമേധാവികളും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ കുറ്റം വിധിച്ച് അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴി എല്ലാവരും കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കല്ലെറിഞ്ഞപ്പോഴും ഉത്തമ ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന ഈ മനുഷ്യന് യാതൊരു വേദനയും തോന്നിയില്ല. അയാളിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഓരോ കല്ലേറും ഏറ്റുവാങ്ങിക്കൊണ്ട് അയാൾ ചിരിച്ചു. വഴിയോരത്ത് അയാളുടെ സ്വന്തം സഹോദരി, അയാൾക്ക് ജീവനായ, അയാളെ ജീവനായിട്ട് സ്നേഹിക്കുന്ന ഷിമാലി എന്ന സ്വന്തം സഹോദരി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവളോട് ഇയാൾ പറഞ്ഞു, നിനക്കറിയാലോ എന്നെ, നീ സത്യം വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ പറയുന്നത് സത്യമാണ് നിനക്കും അറിയാം, അതുകൊണ്ട് നീ എന്നോട് ചേരുക. അവൾ എന്താ ചെയ്ത്? ആൾക്കൂട്ടത്തെ ഭയന്ന് ജീവൻ്റെ ജീവനായ സഹോദരനെ ഒരർത്ഥത്തിൽ വഞ്ചിച്ചുകൊണ്ട് അവളൊരു പൂവെടുത്ത് എറിഞ്ഞു അയാളുടെ നേർക്ക്. എല്ലാവരും കല്ലെറിയുമ്പോൾ ഈ മനുഷ്യൻ പൊട്ടിച്ചിരിച്ചു. ഇവിടെ ജീവൻ്റെ ജീവനായ പെങ്ങൾ പൂവെറിഞ്ഞപ്പോൾ അയാൾ പൊട്ടിക്കരഞ്ഞു. പൂവെറിഞ്ഞത് അയാളുടെ ഹൃദയത്തിലാണ് കൊണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശത്രുവായി കാണുന്ന ആളുകൾ കല്ലെറിഞ്ഞാലും കത്തികൊണ്ട് ഹൃദയത്തിലേക്ക് കുത്തി ഇറക്കിയാലും നിങ്ങൾക്ക് വലിയ ദുഃഖമൊന്നും തോന്നില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ തൊട്ടടുത്ത് നിന്നയാൾ, നിങ്ങളുടെ ഹൃദയത്തെ ഒരു പൂവ് പോലെ കൈ കുടന്നയിൽ വച്ചയാൾ നിങ്ങളെ ഒറ്റിക്കളയുമ്പോൾ, നിങ്ങളെ ഒറ്റക്കാക്കി കളയുമ്പോൾ നിങ്ങൾ വല്ലാതെ വിഷമിച്ചു പോകും. അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും സ്നേഹിക്കുന്നവർ നൽകുന്ന മുറിവാണ് ഏറ്റവും വലിയ മുറിവ്. രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കണം. ഒന്ന്, ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് സമ്മാനമായിട്ട് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് മുറിവാണോ? ആ മുറിവായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ പുഞ്ചിരി പോലും അവരെ വല്ലാതെ കരയിപ്പിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇതുപോലെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങളെ നിരന്തരം മുറിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്. ഇനി ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി എന്താണ്? മനഃശാസ്ത്രം പറയുന്നുണ്ട്, സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണഭീതിയാണ് ഏറ്റവും വലിയ പേടി. പക്ഷെ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന പേടി പരാജയപ്പെടുമോ എന്നുള്ള പേടിയാണ്. എന്നാൽ വേറെ ചില ആളുകൾ പറയുന്നുണ്ട്, ഈ മരണഭീതിയേക്കാളും പരാജയഭീതിയേക്കാളും വലിയ പേടി എന്ന് പറയുന്നത് എന്താണ്? അത് പ്രിയപ്പെട്ടവ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. ധനനഷ്ടം, മാനനഷ്ടം, സ്ഥാനനഷ്ടം, ആരോഗ്യനഷ്ടം, ഇവയെല്ലാം നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും പേടിയോടുകൂടി നോക്കിക്കാണുന്ന നഷ്ടം എന്താണ്? സ്നേഹനഷ്ടം തന്നെയാണ്. സ്നേഹിക്കുന്നവർ എനിക്ക് ഇല്ലാതായി പോകുമോ? ആ പേടിയല്ലേ മനുഷ്യരെ നിരന്തരമായിട്ട് വിറങ്ങലിപ്പിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ? പെരുന്നാളിന് ഒരുമിച്ച് പോയ കുടുംബത്തിൽ കുഞ്ഞ് പെട്ടെന്ന് അപ്പൻ്റെ കൈവിട്ട് പോയി. കുഞ്ഞ് കുറേ അലഞ്ഞു, കുറേ കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അപ്പൻ്റെ കൈയില്ല, കുടുംബത്തിൻ്റെ സുരക്ഷിതത്വമില്ല. ഏത് കാഴ്ച ഇനി കാണാനാണ്? ഏത് ആരംഭത്തിൽ അവൻ സന്തോഷിക്കാനാണ്? അവൻ കരച്ചിലോട് കരച്ചിൽ. അവസാനം അപ്പൻ്റെ കയ്യിൽ അവൻ്റെ കൈ ചേർത്ത് കഴിഞ്ഞപ്പോൾ, അവൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് കഴിഞ്ഞപ്പോൾ അവനിനി സന്തോഷിക്കാം, ഇനി അവന് കാഴ്ചകൾ കാണാം, ഇനി ആരവങ്ങൾക്ക് കാതോർക്കാം, അവന് ചിരിക്കാം. ഈ കൈവിട്ട് പോകലാണ് വലിയ നഷ്ടം ജീവിതത്തിൽ. പ്രിയപ്പെട്ടത്
കൈവിട്ട് പോകുമ്പോൾ കരുത്ത് മൊത്തത്തിൽ പോകും. പിന്നെ ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണല്ലോ ആളുകൾ എല്ലാ ആരവങ്ങൾക്കിടയിലും എല്ലാ ആഘോഷങ്ങൾക്കിടയിലും മരണത്തിൻ്റെ വഴിയെ പോകുന്നത്. പ്രിയപ്പെട്ടതെല്ലാം കൈവിട്ടു പോയി. അങ്ങനെ കൈവിട്ടു പോകുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ മൂലം ചിലർക്ക് പ്രിയപ്പെട്ടവരെ കൈവിട്ടു പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ നന്നായിരിക്കും. ഭാര്യ മരണത്തിന് വേണ്ടി കാത്തു കിടക്കുകയാണ്. അത്രയ്ക്ക് രോഗിണിയായി അവർ മാറിയിട്ടുണ്ട്. അവർക്കറിയാം ഏത് നിമിഷം അവർ മരിച്ചു പോകുന്നു. അവർക്ക് ഒരേ ഒരു നിർബന്ധമുള്ളൂ, ഇത്ര നാൾ നിഴൽ പോലെ കൂടെ ഇരുന്ന ഭർത്താവിൻ്റെ കൈ പിടിച്ചവർക്ക് കിടക്കണം. അയാൾ തയ്യാറാണ്. അയാൾ അവരെ കൈവിട്ടിട്ടേ ഇല്ലല്ലോ. ഇവർ പറയുന്നു, എൻ്റെ കൈ പിടിച്ചമർത്തി അവിടെ ഇരിക്കുക എൻ്റെ കൂടെ. അവർക്ക് പേടി മാറുന്നുണ്ട്. അവർക്കറിയാം മരിക്കുമെന്ന്. പക്ഷെ അപ്പോഴും അവർ വിശ്വസിക്കുന്ന കരുത്തുള്ളൊരു പുരുഷൻ്റെ കൈപിടിച്ചാണ് അവർ കിടക്കുന്നത്. ആ വിശ്വാസത്തോടെ അവർ മെല്ലെ കണ്ണടച്ചു. കരുത്തുള്ള ഒരാളുടെ കൈപിടിച്ച് അവർ മറ്റൊരു ലോകത്തിലേക്ക് യാത്രയാവുകയാണ്. ആ കൈപിടുത്തമില്ലായിരുന്നെങ്കിൽ അവർ തകർന്ന് തരിപ്പണമായിട്ട് ഒന്നുമല്ലാതെ അവിടെ കിടക്കുമായിരുന്നു. കരിയില പോലെ ഇല്ലാതായി ഒടിഞ്ഞ് തീരുമായിരുന്നു. പക്ഷെ ഇവിടെ ഇതാ അവർക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇങ്ങനെ പ്രിയപ്പെട്ട ചില ആളുകൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോഴാണ് നമ്മളൊക്കെ വിഷമിക്കുക. ഫൊർഗെറ്റ് മീ നോട്ട് എന്ന പേരിലൊരു പുഷ്പമുണ്ട്. അതായത് അതിനെക്കുറിച്ചുള്ള ജർമ്മൻ പാരമ്പര്യ കഥ ഇങ്ങനെയാണ്. ദൈവം എല്ലാ പൂക്കൾക്കും എല്ലാ ചെടികൾക്കും പേരിട്ടു. ഈ ഫൊർഗെറ്റ് മീ നോട്ട് എന്ന പേരിലുള്ള ചെടിക്ക് മാത്രം പേരിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്ത് അത് പൂത്തുലഞ്ഞു. നീല വർണ്ണത്തിൽ താഴ്വാരത്തിൽ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ എൻ്റെ ബെസ്റ്റ് പുറത്തെടുത്തു, ഞാൻ പൂത്തുലഞ്ഞു. ഫൊർഗെറ്റ് മീ നോട്ട്, എന്നെ ഇനിയെങ്കിലും മറക്കാതിരിക്കുക, അതെൻ്റെ പേരായിട്ട് മാറി. ഞാനത് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത പങ്കാളി നന്നായി കൊടുത്തൊരുങ്ങി വരുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ ആ സൗന്ദര്യം ഒന്ന് കാണാൻ വേണ്ടിയല്ലേ? അത് ഓർത്തിട്ടുണ്ടോ? ഇത്ര നേരം പണിയെടുത്ത ഒരാൾ വീട്ടിലേക്ക് കുറേ സമ്മാനങ്ങളായിട്ട് വരുന്നത് എന്തിനാണ്? നിങ്ങളത് സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ? ആ സമ്മാനത്തിന് നിങ്ങളൊരു വിലയും കൊടുക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എന്തൊരു നഷ്ടബോധമായിരിക്കും. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ, അത് നിങ്ങളുടെ അമ്മയാകാം, അപ്പനാകാം, സഹോദരങ്ങളാകാം, ജീവിത പങ്കാളിയാകാം, മക്കളാകാം, നിങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് ഭക്ഷണം ഒരുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അയാളെന്ന് ഓർക്കാൻ വേണ്ടിയാണ്, സ്നേഹത്തോടു കൂടി നന്നായിരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ്. അല്ലാതെ നിങ്ങളവർക്ക് വലിയ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് കരുതിയിട്ടാണോ? നിങ്ങളുടെ സ്നേഹം നിറഞ്ഞൊരു പുഞ്ചിരി, നല്ലൊരു വാക്ക്, ഒരു തലോടൽ, അതിനേക്കാളും വലിയ സമ്മാനം അവർക്കിനി പ്രതീക്ഷിക്കാനില്ല. അതുപോലും നൽകാത്ത ദുഷ്ടരാണ് നമ്മൾ എല്ലാവരും തന്നെ പലപ്പോഴും. എന്നിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കും, കവിതകൾ എഴുതും, പാട്ടുപാടും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ, സാധാരണ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ എന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ വീട് ഇത്ര ഭംഗിയായിട്ട് വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുകയാണ്. എപ്പോഴെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടോ നന്നായിരിക്കുന്നുവെന്ന്? ഇനി ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി പോകുമ്പോഴാണ് നഷ്ടബോധം കൊണ്ട് നമ്മൾ പിടയുക. പ്രിയപ്പെട്ടത്, ഏറ്റവും പ്രിയപ്പെട്ടതാണ് പടിയിറങ്ങിപ്പോയത് എന്ന് വേദനയോടുകൂടി നമ്മൾ ചിന്തിക്കും. ചില ആളുകൾ വീടൊഴിഞ്ഞു പോകുമ്പോൾ വീട് തന്നെ ഒഴിഞ്ഞു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. അത് മനസ്സിലാക്കുന്നവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കരുത്. അതിനു മുമ്പേ മനസ്സിലാക്കി തുടങ്ങുക. അതാണ് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് തിരിച്ചറിയുക. ഇനി ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് സാമ്പത്തിക തകർച്ച അല്ല. ഏറ്റവും വലിയ തകർച്ച ബിസിനസ് തകർച്ചയല്ല. ഏറ്റവും വലിയ തകർച്ച നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ തകർച്ചയല്ല. ഇതെല്ലാം തകർച്ച തന്നെയാണ്. ആരോഗ്യമില്ലാതായി കഴിഞ്ഞാൽ പലതും ഇല്ലാതായി മാറിയേക്കാം. പക്ഷേ ഇതെല്ലാം വീണ്ടെടുത്തിരുന്ന ഒന്ന് സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ തകർച്ചയാണ്, സ്നേഹഭാവങ്ങളുടെ തകർന്നു വീഴലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. ആ സ്നേഹത്തിൻ്റെ തകർച്ച നിങ്ങളുടെ വീട്ടിൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് വളരെ നല്ലതാണ്. പണമുണ്ടോ? ഉണ്ട്. വലിയ വീടുണ്ടോ? വീടുണ്ട്. വീടിനകത്തൊരു വീടുണ്ടോ? ഇല്ല. ഹോംലെസ്നെസ് വിതിൻ ദ ഹോം, വീടിനകത്തൊരു വീടില്ലായ്മ, അത് നിങ്ങളുടെ വീട്ടിൽ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് തകർച്ചയുടെ തുടക്കം എന്ന് തിരിച്ചറിയുക. ക്യാൻസർ രോഗബാധിതനായി കിടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് അയാളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് എല്ലാം. അയാളുടെ ഭാര്യ പൊന്നുപോലെ കൂടെ നിൽക്കുന്നുണ്ട്. അയാൾ നിരന്തരമായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പക്ഷേ പതുക്കെ പതുക്കെ അവരുടെ ശ്രദ്ധയും അവരുടെ ചിന്തയും നീണ്ടു നിന്ന ആശുപത്രിവാസക്കാലത്തിന് ശേഷം മറ്റൊരാളിലേക്ക് മാറിപ്പോകുന്നത് അയാൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊരാളിലേക്ക് അവരുടെ സ്നേഹം വഴിമാറി ഒഴുകുന്നുണ്ട്, ഒരു പുഴ വഴിമാറി ഒഴുകുന്നത് പോലെ. അപ്പോൾ അയാൾ അതോടുകൂടി ഹോപ്പ്ലെസ് കണ്ടീഷനിൽ എത്തിച്ചേരുകയാണ്. ഇനി റിക്കവറി പോയിന്റിലെത്തിയിരുന്ന ഒരു പേഷ്യൻ്റ് പൂർണ്ണ രോഗിയായി മാറുകയാണ്. കാരണം എന്താണ്? അയാളുടെ ജീവിതത്തിൽ വൻ തകർച്ച വന്നു കഴിഞ്ഞു. അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച, സ്നേഹരാഹിത്യത്തിൻ്റെ തകർച്ച അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവിക്കാം. ഒരു റഫായിട്ടുള്ള, ഭയങ്കര ടഫായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ സ്വന്തം മക്കളോട് പറയുകയാണ്, ഞാൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു നിങ്ങളോട്, ശരിയാണ്, അപ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ അപ്പോഴാണ് ഞാൻ തകർന്നു പോയത് മക്കളെ, നിങ്ങൾ ഇറങ്ങിപ്പോകുമെന്ന് ഞാൻ കരുതിയില്ല. അതായത് ചില മനുഷ്യരൊക്കെ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുന്നത് അകത്തലർച്ചയുണ്ടായതുകൊണ്ടല്ല, പുറത്തെ ഏതൊക്കെയോ പേടി കൊണ്ട് അലർച്ച കാണിച്ച്, രുദ്രഭാവങ്ങൾ കാണിച്ച് അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒരുതരം ഡിഫൻസ് മെക്കാനിസമാണ് അത് തിരിച്ചറിയുക. ഇനി ഏറ്റവും വലിയ മരണം എന്താണ്? ശരീരത്തിൻ്റെ മരണമാണ്. ശരീരത്തിൻ്റെ മരണമല്ല, സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ആത്മാവിൻ്റെ മരണമാണ് ഏറ്റവും വലിയ മരണം എന്ന് പറയുന്നത്. മദർ തെരേസ നോബൽ സമ്മാനം നേടുന്ന ആ വേദിയിൽ വെച്ച് ഒരു പ്രസംഗം നടത്തി. അപ്പോൾ ഇന്ത്യയിലെ ഒരു അനുഭവം അവർ പറഞ്ഞു. വിശന്ന് പട്ടിണി കൊണ്ട് എല്ലും തോലുമായൊരു പെൺകുട്ടിയെ കണ്ടെത്തി വഴിയോരത്ത്. ഒരു കഷ്ണം ബ്രെഡാണുള്ളത്. ആ ബ്രെഡ് കൊച്ചിന് കൊടുത്തു. പതുക്കെ പതുക്കെ ആ കൊച്ചു ബ്രെഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മദർ തെരേസ പറഞ്ഞു, ഈറ്റ്, കഴിക്കുക, വേഗത്തിൽ കഴിക്കുക. കൊച്ച് വീണ്ടും വളരെ പതുക്കെ പതുക്കെ കഴിക്കുകയാണ്. മദർ വീണ്ടും പറഞ്ഞു, മോളെ പെട്ടെന്ന് കഴിച്ചോ? അപ്പോൾ കൊച്ചു പറഞ്ഞു, ഞാൻ പെട്ടെന്ന് കഴിച്ചാലേ ബ്രെഡ് തീർന്നു പോകില്ലേ, തീർന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും വിശപ്പ് വരില്ലേ, അപ്പോൾ ആര് ബ്രെഡ് തരാനാണ്? ഇത് പറഞ്ഞിട്ട് മദർ തെരേസ പറഞ്ഞു, ഈ പുറത്തുള്ള ഈ ബ്രെഡിന് വേണ്ടിയുള്ള വിശപ്പിനേക്കാളും വലിയ വിശപ്പാണ് സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പ്. പല വീടുകളിലും കൊടും പട്ടിണിയും പട്ടിണി മരണവുമാണ്. അത് അന്നമില്ലാത്തതുകൊണ്ടല്ല, ചോറില്ലാത്തതുകൊണ്ടല്ല, അവർക്ക് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്. സ്നേഹരാഹിത്യത്തിൻ്റെ വല്ലാത്ത നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളായി വീടുകൾ ചിലത് മാറിയിട്ടുണ്ട്. അവിടെ ദാഹിച്ച് വിശന്ന് വലഞ്ഞ് അലഞ്ഞ് ആളുകൾ കിടക്കുകയാണ്. അങ്ങനെയുള്ളൊരു വീടാണോ നിങ്ങളുടെ വീട് എന്ന് ചോദിച്ചു നോക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹമാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് തിരിച്ചറിയുക. അതുണ്ടെങ്കിൽ എല്ലാം നിങ്ങളെ വന്ന് പൊതിയും. അതില്ലെങ്കിൽ ഒന്നൊന്നായി എല്ലാം നിങ്ങളെ വിട്ടുപേക്ഷിക്കും. നല്ല യാത്ര നേരുന്നു.